أمراضنا وأمراض مرضانا وأمراض من تعلقوا منا. مندينا عادا من شفاعتك صفا من لنا مثلك. തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ. തമാമേ പരമ്പൊരുളേകിയ ബീവേ പരമ്പൊരുൾ പതിർത്തമാമേ തെളിവേകി ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. പ്രപഞ്ചത്തിന്റെ അഖിലതലങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹത്തനുകൾ മുയക്കി മണൽക്കാടിന്റെ സീൽക്കാരവും ഈത്തപ്പനകളുടെ നറുമണവും നിറഞ്ഞ അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ വിരാസിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ കരളിന്റെ കഷ്ണം കരളിന്റെ കാതലായ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ أحسن
പുളിയമ്പറമ്പ് വരെ ഘോഷയാത്ര നടത്തി പല ആളുകളും നമുക്ക് സ്വീകരണം ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞു 10 മണിയുള്ളതായിരുന്നു ഈ വള. ഇന്ന് മദ്രസ 10ാം തരം കഴിഞ്ഞ് മദ്രസയിൽ വരാത്ത കുട്ടികളുടെ കഥയല്ല പറയുന്നത്. മദ്രസയിൽ വന്ന് 10ഉം 12ഉം ക്ലാസ് പഠിച്ച് പുറത്തിറങ്ങിയ ഒരു ആളുടെ, ഒരു വിദ്യാർത്ഥിയുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ദീനിയായിട്ട് ഈ പഠിപ്പൊന്നും കുട്ടികളെ സ്വാധീനിക്കുന്നില്ല എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഇതിനൊരു തിരുത്തു വേണം. നമ്മുടെ ഗ്രഹാന്തരീക്ഷം, വീടകം ശരിക്ക് ദീനിയായിട്ട് ജീവിക്കാൻ ആവശ്യമായ, കുട്ടികൾക്ക് വളരാൻ ആവശ്യമായ ഒരു രീതിയിലേക്ക് മാറണം. നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവരാണ് കുട്ടികളുടെ യഥാർത്ഥ ആദ്യത്തെ ഗുരുവര്യന്മാർ എന്ന് പറയുന്നത്. സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും പിന്നീടാണ് ആ കുട്ടിയുടെ അധ്യാപകരായും ഗുരുക്കന്മാരൊക്കെയായി ഇവർ വരുന്നത്. അതിൻ്റെ മുൻപ് ഈ കുട്ടി വളരുന്നത് പിച്ചവെച്ച് ദീനിൻ്റെ ബാലപാഠങ്ങൾ, അത് ഇസ്ലാം മാത്രമാണ് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെ ഒന്നും നമുക്ക് പരാമർശിക്കേണ്ടതില്ല. നമ്മുടെ മതം അത് സമ്പൂർണ്ണമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് 23 വർഷത്തെ സംവത്സര കാലഘട്ടത്തിൽ വഹിയായിട്ട് ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ സമർപ്പിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബത്തൊക്കെ കരഞ്ഞുപോയി. കരയാനൊരു കാരണം, ദീന് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു, ഈ അധ്യായം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ജിബ്രീലിൻ്റെ വഹിയുമായിട്ട് വരവും അത് ശ്രവിക്കാനും ഏറ്റെടുക്കാനുള്ള തിരുനബിയുടെ സാന്നിധ്യമൊക്കെ അവസാനിക്കാനിരിക്കുന്നു എന്നറിഞ്ഞ സ്വഹാബത്ത് കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ ഈ ദീൻ ഇവിടെ സമ്പൂർണ്ണമാണ്, ഈ മതമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان ബിസ്മില്ലാഹ് ഹംദ് സ്വലാത്തിൽ ഞങ്ങൾ തുടങ്ങിയിടുന്നേ, മദ്ഹിൻ ഇശലുകൾ പെയ്തിടുന്നേ, ഇറയോന്റെ റഹ്മത്തിനായി കരങ്ങൾ നീട്ടിടുന്നേ, റബ്ബിൻ ശുക്റുകൾ ഓതിടുന്നേ. ബിസ്മില്ലാഹ് ഹംദ് സ്വലാത്തിൽ ഞങ്ങൾ തുടങ്ങിയിടുന്നേ, മദ്ഹിൻ ഇശലുകൾ പെയ്തിടുന്നേ, ഇറയോന്റെ റഹ്മത്തിനായി കരങ്ങൾ നീട്ടിടുന്നേ, റബ്ബിൻ ശുക്റുകൾ ഓതിടുന്നേ. ഫതുൽ മുഈൻ മദ്രസ ഷറഫേറും പോലീശ, ഫതുൽ മുഈൻ മദ്രസ ഷറഫേറും പോലീശ. ജ്ഞാനതീരവുമായി വിടമിൽ സ്നേഹമരുളുകയായി. ബിസ്മില്ലാഹ് ഹംദ് സ്വലാത്തിൽ ഞങ്ങൾ തുടങ്ങിയിടുന്നേ, മദ്ഹിൻ ചെലുകൾ പെയ്തിടുന്നേ, ഇറയോന്റെ റഹ്മത്തിനായി കരങ്ങൾ നീട്ടിടുന്നേ, റബ്ബിൻ ശുക്റുകൾ ഓതിടുന്നേ. നമുക്കൊരിക്കലും നഷ്ടപ്പെടാനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ എന്തെല്ലാം സംഘടിപ്പിക്കുന്നുണ്ടോ, എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ടോ, എല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് മദീനയിൽ വെച്ച് ആ പച്ചക്കുപ്പാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ബുഖാരി ഉസ്താദ് അവർ വരുന്ന കുട്ടികൾ 1 2 അല്ലെങ്കിൽ ആദ്യത്തിലൊക്കെ 8-10 കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ വന്ന് പോകുന്നൊരു പതിവാണ്. കാരണം തൻ്റെതായിരിക്കുന്ന കുട്ടികൾക്ക് നല്ല നിലയ്ക്ക്
ഖുർആൻ പഠിക്കാനുള്ള നല്ലൊരു വേദിയാണ് റമദാനിലെ ക്ലാസ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകളും വിദ്യാർത്ഥികൾ ആബ്സെൻ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇന്നെടുത്ത പാഠം നാളെ എടുക്കാൻ കഴിയൂല. ഇരുന്ന് പോകുന്ന ഉമ്മമാര്, അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് കുട്ടികളെ ലീവാക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കില്ല. ഇന്നെടുത്ത വിഷയം നാളെ എടുക്കാൻ കഴിയാന്നാൽ പിറ്റേന്ന് വേറെ വിഷയമാണ് എടുക്കുക, അല്ലെങ്കിൽ വേറെ കിതാബിലുള്ള വിഷയങ്ങളായിരിക്കും എടുക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പോവുക. ഇന്നെടുത്ത പാഠം ഇനി അടുത്ത ദിവസം എടുക്കും. ഒളിവായി പതിവായി ജ്വലിക്കുന്നു പരിഹാരമരുന്നു ആമിനബി ചിരിച്ച് മതിച്ച് രസിച്ച് കൊതിച്ച് സ്തുതിച്ച് മനമുള്ളി സുറാവുന്നേ മുത്തിൻ വാജി അവർ നടത്തിടുന്നേ കൽബിൽ പൊരുത്തമാപത്തോടെ ഒരു തന്നെ വായിത്തി അൽഹംദുലില്ലാഹി യാ റഹ്മാനേ. പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. സ്നേഹത്തിന്റെ മഹാസാഗരമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സാഗരയിൽ ആവോളം കുളിക്കാനുള്ള അവസരമാണല്ലോ വിശ്വാസികളായി നമുക്ക് കൈവന്നിരിക്കുന്നത്. എന്തിനാണ് പ്രവാചകരെ നമ്മൾ സ്നേഹിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിക്കുക എന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു കേൾക്കുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, നിങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും. നോക്കൂ, അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ അജബാറാണി വീണ്ടും അരുണി പുണർന്നേ അടരാണി തപസിൽ. പ്രൗഢഗംഭീരമായ സദസ്സിൽ എൻ്റെ മാതൃക എൻ്റെ നബി എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവശക്തൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഏതൊരു മനുഷ്യരിലും അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവമാണ് മറ്റൊരാളെ അനുകരിക്കുക എന്നത്. നാം നന്മയുടെ ആളുകളെയും അനുകരിക്കുമ്പോൾ നാം നല്ലവരായി മാറും. തിന്മയെയും അതിൻ്റെ ആളുകളെയും അനുകരിക്കുക പരിശിഷ്ടവരായി മാറുകയും ചെയ്യും. ആയതിനാൽ നന്മയുടെ വാക്താക്കളെയും അറിഞ്ഞിരിക്കലും അവരെ അനുകരിക്കാൻ ശ്രമിക്കലും വളരെ അനിവാര്യമാണ്. ഏതു ലോകമാണ് നന്മയുടെ വാക്താക്കൾ വെച്ച് നമുക്ക് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമേരിക്കൻ ചരിത്രകാരനും ചിന്തിക്കാരനുമായി മൈക്കിൾ എച്ച് അട്ടവിശീയമായ ദ 100 എന്ന പുസ്തകം തയ്യാറാക്കിയപ്പോൾ ലോക ചരിത്രത്തിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 വ്യക്തികളുടെ റാങ്ക് തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം ഒന്നാമതായി പരിചയപ്പെടുത്തിയത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് സാഹസ്യാബ്ദങ്ങൾ കഴിഞ്ഞു. ഇന്നും അവിടുത്തെ ജീവിതശൈലം സ്നേഹിക്കുന്ന അനുയായികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും തിരുദൂതരിലും അമിതമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ഒരു മനുഷ്യൻ എങ്ങനെ ഇടപെടണമെന്ന് വ്യക്തമായി അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നാം ഒരാളെ റോൾ മോഡലാകാനുള്ള പ്രധാന കാരണം ആ വ്യക്തിയോടുള്ള സ്നേഹമായിരിക്കാം. സ്നേഹമാകട്ടെ വിവിധ കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം. സൗന്ദര്യത്തിന്റെ പേരിലായാലും ബുദ്ധിയുടെ പേരിലായാലും ധൈര്യത്തിന്റെ പേരിലായാലും ഏത് വിധേന പരിശോധിച്ചാൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപാരമായ മികവിനെ കവച്ചുകൾ ലോകത്ത് ഇന്നേ വരെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല എന്നതും ചരിത്രം പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ മരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കൂ. വളരെ ശാന്തസൂര്യനും സൗമ്യനും ലളിതവുമായി ജീവിച്ച് സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഇത്തരം പണികൊണ്ടുള്ള നമ്മുടെ കഴിഞ്ഞ കഷ്ണമായ മുത്തുനബിയെ സ്വന്തം ശരീരത്തെക്കാളും ഉമ്മ ഉപ്പമാരെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും ഫലം വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പരിപൂർണമാവില്ലെന്നാണ് തിരുനബി വചനം. അതുകൊണ്ട് നമ്മുടെ കൽബിൽ എപ്പോഴും മദീന രാജകുമാരനെ സ്നേഹിക്കുക. അല്ലാഹു ഏതൊരമലും തള്ളുകയും കൊള്ളുകയും ചെയ്യും. എന്നാൽ പുണ്യനബിയുടെ പേരുള്ള സലാത്ത് അതൊരിക്കലും അല്ലാഹു തള്ളപ്പെടുകയില്ല, അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ചുണ്ടിൽ എപ്പോഴും സലാത്ത് കൊണ്ട് നടക്കുക.
അള്ളാഹു ക്ഷമ ചിലർക്കൊപ്പമാണെന്നാണ് ഖുർആനിലെ വചനം. ക്ഷമ ഈമാനിന്റെ പാതിയാണെന്നാണ് മുത്തുനബി പറഞ്ഞത്. അതുകൊണ്ട് നാം ഏതു സമയവും ക്ഷമ കൈക്കൊള്ളുക. നമ്മളിതും പേർക്കും ഇന്ന് ടെൻഷനോടെ ടെൻഷനാണ്. അത് മാറ്റാൻ ഏറെ ആഗ്രഹിക്കുന്ന നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. നിശ്ചയം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയത്തിന് സമാധാനമുണ്ട്. സദാദിക്കുകൾ കൊണ്ട് നാവിനെ പച്ചപിടിപ്പിക്കാൻ ഞാനും നിങ്ങളും പ്രശ്രമിക്കുക. എങ്കിലേ എല്ലാ ടെൻഷനും വഴിമാവും. സ്വർഗത്തിൽ മുത്തിനിവിടെ സാമീപ്യം കൊതിക്കുന്നവരല്ലോ നാം എല്ലാവരും. അതിനുള്ള അതിമികച്ച വയ്യാത്ത നബി പറഞ്ഞു തരുന്നുണ്ട്. അഖിലുവക്കും ഇനി മനസ്സിൽ ഖിയാമത്തി അക്സറുക്കും അലയ്യ. എന്റെ മേൽ കൂടുതൽ സലാത്ത് ചൊല്ലുന്നവർക്ക് ജന്നാത്തിൽ എന്റെ തൊട്ടടുത്ത സീറ്റിൽ സലാത്ത് ചൊല്ലി സ്വർഗത്തിലേക്കും ഹബീബിലേക്കും എത്തിച്ചേരാൻ നാം പരിശ്രമിക്കുക. റബ്ബ് തൗഫീഖ് തരട്ടെ. ആമീൻ. ഞാൻ എന്റെ കൊച്ചു പ്രസംഗം വിരാമം ഇടുന്നു. അസ്സലാമു അലൈക്കും. ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണ് നാം ഇന്നുള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായും ആ ദുരന്തത്തിന്റെ ബാധ്യതയാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഈ ദുരന്തത്തിൽ കുറെ കൂട്ടുകാരെയും മാതാപിതാക്കളെയും നമുക്ക് നഷ്ടമായി. അവരുടെ പലരോഗം അല്ലാഹു വിജയദായകനാക്കുമാറാകട്ടെ. ആമീൻ. മുത്താത്ത നബിയുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മാതാവേദി നബിയുടെ പരിശുദ്ധ സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചങ്ങാതിമാരെ, ഞാൻ എത്ര ചെടികളാണ് വെട്ടി നശിക്കുന്നത്, ഞാൻ എത്ര ചെടികളാണ് നുള്ളിക്കളയുന്നത്. മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരം പറഞ്ഞ് എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇസ്ലാം കാര്യം അഞ്ചാണ്, അഞ്ചും അറിയൽ ഫർളാണ്. കലിമ ഷഹാദത്തൊന്നാണ്, അഞ്ച് സലാത്താണ്, മൂന്നോ പുണ്യ സകാത്താണ്, അഞ്ചും തീരമറക്കല്ലേ. അള്ളാഹുവിന്റെ മതമാണ് എന്നത് തന്നെയാണ്. കാരണം മനുഷ്യരെ ഈ അടകാരത്തിലെ അംഗത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന്റെ രക്ഷക്കും സുരക്ഷക്കും നൽകിയതാണ് ഇസ്ലാം മതം. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചരണങ്ങളും വിശ്വാസങ്ങളും കേവല ചടങ്ങുകളും വൃത്തിക്കും തീർത്തി യോജിമ്പോഴുമാണ് ഇസ്ലാമിന്റെ അന്തസ്സത്ത ഉയർത്തി കാണിക്കുന്നു. മനുഷ്യന്റെ ചലനശീലങ്ങളെല്ലാം ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. മാത്രമല്ല മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി തന്നെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പരത്തി പറയുന്നില്ല. ലോകത്ത് എത്ര മതങ്ങൾ ഉണ്ടായാലും ലോകത്ത് സൃഷ്ടിച്ച നാഥന്റെ മതങ്ങളും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുക. വിശുദ്ധമായ ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥികൾക്കാണ് നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷം നമ്മുടെ മദ്രസയിൽ പൊതുപരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം നമുക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയും ആയിക്കൊണ്ട് എല്ലാ നിലക്കും നമ്മുടെ മക്കളോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യാസീൻ അൽത്തോഫ്. ബഹുതാല എല്ലാ നിലക്കും നമ്മുടെ മക്കളിൽ ഹൈർ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിന് അഭിമാനമായി
SSF സാഹിത്യോത്സവം വളരെ ഉന്നതമായ സ്ഥാനത്ത് നമ്മുടെ നാടിന് വിജയം വാങ്ങിച്ചു തന്നവരാണ് യാസിനോത്തോ. യൂണിറ്റ് തലത്തിലും അതുപോലെ തന്നെ സെക്ടർ തലത്തിലും അതുപോലെ തന്നെ ജില്ലയിലും ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു. സംസ്ഥാന സാഹിത്യോത്സവത്തിൽ ഉന്നതമായ സ്ഥാനം വാങ്ങിച്ച വ്യക്തിയാണ് യാസിനോത്തോ. അവർക്ക് പ്രത്യേകിച്ച് SSF എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് പോലും അറിയുകയില്ല. കാരണം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല. SSF എന്താണെന്ന് ഇതുവരെ നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ മക്കൾ അതിൽ അണിചേർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല. SSFിന്റെ ഒരു അംഗമാകുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഉന്നതമായ മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടായിത്തീരും. കാരണം ധാർമ്മികമായ എല്ലാ നിലക്കും വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. ചുരുക്കം ഞാൻ പറയുക, എല്ലാ നിലക്കും അടുക്കള തൊട്ട് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു SSFകാരനായി കഴിഞ്ഞാൽ മാറ്റം വരും. അല്ലാഹു തആല നമ്മളെ മക്കൾക്കൊക്കെ അതിൻ്റെ അംഗത്വം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. പ്രത്യേകിച്ച് എൻ്റെ മക്കളോട്, എൻ്റെ ഉമ്മമാരോട് പറയുകയാണ്, SSFിന്റെ യൂണിറ്റിന്റെ സാഹിത്യോത്സവം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ അതിൽ അംഗമായിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉമ്മമാരൊന്ന് നോക്കണം. എൻ്റെ മകൻ അതിൽ പാട്ട് അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കണം. ഇത് വീക്ഷിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും എൻ്റെ മക്കളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉന്നതമായ സ്ഥാനത്താണ് നമ്മുടെ യാസിൻ അൽത്താഫ് സംസ്ഥാന സാഹിത്യോത്സവിൽ പങ്കെടുത്തത്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാ നിലക്കും പല മക്കളും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തേക്ക് പോയത് യാസിൻ അൽത്താഫാണ്. അൽഹംദുലില്ലാഹ് നമുക്ക് അഭിമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ സന്തോഷമാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കലോടുകൂടെ അവനെ നമ്മൾ ചെറിയ നിലയ്ക്ക് ഒന്ന് ആദരിക്കുകയാണ്. അതിന് വേണ്ടി നമ്മുടെ കാരണവന്മാരെയും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെയും അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന സ്വാഗത കമ്മിറ്റി ചെയർമാൻ നമ്മുടെ സലീംക്കയും അതുപോലെ തന്നെ നമ്മുടെ ആഷിഖയും അതുപോലെ തന്നെ നാണയപ്പു ഇങ്ങനെയുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ ഒന്ന് വേദിയിലേക്ക് വന്നു. നമ്മൾ അത് അവരിലേക്ക് ഏൽപ്പിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതിനു വേണ്ടി അവിടുത്തെ പൂമരം തിരുനബി നേരിൻ സ്വരം ഏകിയാകയും ഗുണം മധുരിതൂഹിം വരം വരികളിൽ ഒഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിയായി മുന്തിയ റിസ്മിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി വരികളിൽ ഒഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിയായി മുന്തിയ റിസ്മിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി അയകൊത്ത മഹമൂദിൻ അരികത്തയണയേണം അയകൊത്ത മഹമൂദിൻ അരികത്തയണയേണം തങ്ങളെ ത്വഹാനിലാവേ തണൽ നൽകിടും തമ്പി ഉദിക്കുന്നുണ്ട് താരങ്ങൾ പതിവകൾ തൊളിമുത്തിൽ മതിയുടെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ട് മറിഹബ വിളിക്കുന്നുണ്ട് അകംകുത്തി വലിക്കുന്ന പ്രണയത്തിൻ കൊളുത്ത് മുഖം കത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ വിളക്ക് അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത് നിലാവോദിച്ചേ മുത്തിൻ നിലാവോദിച്ചേ അജ്വാമരങ്ങൾ സ്വലാത്തി ചൊല്ലി കാത്തിരുന്നൊരു രാവ് ഇബ്ലീസിന്റെ ജടാകം മുഴുവൻ വിളിച്ചോടി വരും രാമേ വിളിച്ചോടി വരും രാമേ അജ്വാമരങ്ങൾ സ്വലാത്തി ചൊല്ലി കാത്തിരുന്നൊരു രാവ് ഇബ്ലീസിന്റെ ജടാകം മുഴുവൻ വിളിച്ചോടി വരും രാമേ വിളിച്ചോടി വരും രാമേ തോഹാ നബിയോരെ
താരം തിളങ്ങിയിടുന്നേ തങ്ങൾ തളിമുല കടലിൽ തിര കൊടുത്തവരോ കൈഗുണ കുളിതന് തടകി വിട്ടവരോ തെളിയുന്ന ബദറിൽ ചിരി മറിച്ചവരോ തോരാമായ പോലെ പുണരുന്നോരോ തീരാമായ വില്ലാൽ പടരുന്നോരോ തിരുനബി വരമൊന്ന് ലഭിക്കുവാൻ അവരെ സ്തുതിക്കുവാൻ മറക്കല്ലേ പതിയെ സ്തുതി മഹിമാമും തഴുകുമ്പോൾ അതുമായി മലക്കുകൾ പറക്കില്ലേ മണിമുട്ടി മധുവുകൾ ഉയരുവാൻ വര നിങ്ങൾ ഇരിക്കില്ലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്
പാൽനില ചന്തം തൂകുമേ ത്വയ്വലി പാതിരായ പൊയ്കയും ത്വാകരോർ ചിന്തും പാൽനില ചന്തം തൂകുമേ ത്വയ്വലി പാതിരായ പൊയ്കയും ത്വാകരോർ ചിന്തും പാർവണം നിലവും പൂവിലേ സുഗന്ധം പാലിതായ വൻപുകൾ കൺകുളിർ മരിതും പാർവണം നിലവും പൂവിലേ സുഗന്ധം പാലിതായ വൻപുകൾ കൺകുളിർ മരിതും ജന്നത്തിലാനന്ദമൊന്നാകയായി സന്തോഷ സല്ലാപമായി ജിന്നാകയിൽ സോണ്ട് പൂർണ്ണമായി സമ്പൂർണ്ണ സാഫല്യമായി ജന്നത്തിലാനന്ദമൊന്നാകയായി സന്തോഷ സല്ലാപമായി ജിന്നാകയിൽ സോണ്ട് പൂർണ്ണമായി സമ്പൂർണ്ണ സാഫല്യമായി മലരാകുലം നിർത്തി നദി പോൽ മരുഭൂകയാത്താക്കും ത്വാഹറസൂൽ മലരാകുലം നിർത്തി നദി പോൽ മരുഭൂകയാത്താക്കും ത്വാഹറസൂൽ കുറച്ചു തിന്നുകുതാ കണ്ണുകി പരിതപയാ കണ്ണുകി കുതുസത്തില ശാന്തം അലമല മടകനിതാ മനുഷ്യര സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാം തിരുകുരുക്കുകൾ മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം ഇരുജഗമംഗലം ഞാൻ നേദിക്കാം ഇരുജഗമംഗലം ഞാൻ നേദിക്കാം സുഖഭോഗമോ നരകാരണവും മറന്നു കൊണ്ടതില്ലേക്കാം മലരകുലം നിർത്തി നദി പോൽ മരുഭൂകയാത്താക്കും ത്വാഹറസൂൽ ജന്നാത്തുൽ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണേ ജിൽ ജിൽ കിനിക്കിയെന്ന് ദഫ്മേള ഉയരണേ ജന്നാത്തുൽ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണേ ജിൽ ജിൽ കിനിക്കിയെന്ന് ദഫ്മേള ഉയരണേ ജന്നാത്തുൽ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണേ ജിൽ ജിൽ കിനിക്കിയെന്ന് ദഫ്മേള ഉയരണേ തോകനബി 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 വെള്ളഫീലിലേറി മാറച്ചമയണേ തോകനബി വെള്ളഫീലിലേറി മാറച്ചമയണേ ദാവൂദ വീണമീട്ടി കോപ്പ് കൂട്ടി നോക്കിണേ ദാവൂദ വീണമീട്ടി കോപ്പ് കൂട്ടി
കതിർകത്തും കിരീടമാലെങ്കും കത്തിവിളങ്ങണ കസിറകമേ കതിർപതിയൊതുക്ക മുന്നിൽ പൊങ്കും സംഗീതവിന്റെ അടയ്ക്കടുമേ കതിർകത്തും കിരീടമാലെങ്കും കത്തിവിളങ്ങണ കസിറകമേ കതിർപതിയൊതുക്ക മുന്നിൽ പൊങ്കും സംഗീതവിന്റെ അടയ്ക്കടുമേ കതിർകത്തും കിരീടമാലെങ്കും കത്തിവിളങ്ങണ കസിറകമേ Assalamualaikum warahmatullahi taala wabarakatuh. ഉദവി പദവി അതിരതില്ല യാ അല്ലാഹ് രക്ഷക യാ അല്ലാഹ് രക്ഷക അതിപരമദേ പാലക അധികാര കുരിശിൽ നായക അതിപരമദേ പാലക അധികാര കുരിശിൽ നായക ഏത് സ്ഥിതിയിലും ഏത് വിധിയിലും യാ അല്ലാഹ് രക്ഷക യാ അല്ലാഹ് രക്ഷക അതിപനവദേ പാലക അധികാര കുരിശിൽ നായക അതിപനവദേ പാലക അധികാര കുരിശിൽ നായക ഉദവി പദവി അതിരതില്ല യാ അല്ലാഹ് രക്ഷക യാ അല്ലാഹ് രക്ഷക. ആദലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണമീത്തൊളി യാ റസൂലേ ആദലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണമീത്തൊളി യാ റസൂലേ ആദലോക കാരണമുത്തൊളി യാ റസൂലേ മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് തേനൊളിവാലെ അവലോക കാരണം മുത്തൊളി യാ റസൂലേ ആദി
അകതത്തിലെ അലിഫ് അലിഫിലെ മകമിയം അൽഫാക്ഷര പൊരുൾ ബിസ്മില്ലാ അരിബകലി കുത്തി പലുദിന കുറുകാനെ അള്ളകുറ്റനെ കുറി ബിസ്മില്ലാ അള്ളകുറ്റനെ കുറി ബിസ്മില്ലാ അകതത്തിലെ അലിഫ് അലിഫിലെ മകമിയം അൽഫാക്ഷര പൊരുൾ ബിസ്മില്ലാ അരിബകലി കുത്തി പലുദിന കുറുകാനെ അള്ളകുറ്റനെ കുറി ബിസ്മില്ലാ അള്ളകുറ്റനെ കുറി ബിസ്മില്ലാ പകല ഇശാനിലാലാ പരിപാലക സഹായ പകലോക്ക് ജിന്നിസാനാ പലകെ സമാധി നൂറാ പകല ഇശാനിലാലാ പരിപാലക സഹായ പകലോക്ക് ജിന്നിസാനാ പലകെ സമാധി നൂറാ हकना कौन मरा मक्का दे विट नबी मक्का मदीन तनवा अरिनवु मेत्तिडुग इरग पूत शलरे ओराल पुदुत्त बिरगे हकना कौन मरा मक्का विट नबी मक्का मदीन तनवा अरिनवु मेत्तिडुग इरार मोत्त शलरे पाराल पुदुत्त बिरगे பொறுத்த பிறகே அக்கான போன மரல் மக்கால் விட்ட நபி மக்கா மதீன தனவா ஆரலோகத்திடுக இரால் மொத்த செகர் பார பொறுத்த பிறகே பாரா பொறுத்த பிறகே ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ നേതൃത്വം തന്ന ഉസ്താദ്
ആ ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ എല്ലാവരും ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദ് എന്താ പറയുന്നത് അത് നമ്മളനുസരിച്ച് അത് മുന്നോട്ട് പോയാലാണ് ഇങ്ങനെയൊക്കെ പരിപാടി നമുക്കവിടെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനും ഗംഭീരമായി പരിപാടി നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.